വേണ്ട ഇത് തന്നെ. ഈ തരികടയിൽ ജെയിംസ് സാർ അല്ലേ? തരികിടയല്ല, തകിടിയിൽ ജെയിംസ്. ആരാ പറഞ്ഞ തരികിട? തരികട ജെയിംസ് സാറിനാണല്ലോ ട്രൂ കോളർ കാണിക്കണം. കാണിച്ച് അത് ആരെങ്കിലും ശത്രുക്കൾ വല്ലതും ഇത് ചെയ്ത് സേവ് ചെയ്തായിരിക്കും. ഇത് സാറിൻ്റെ വീടാണോ? എൻ്റെ വീടാത്. ഈ ഓൺലൈൻ മാർക്കറ്റിന് ഇതിലെ സാറാണല്ലോ ഒരുപാട് വിപ്ലവം ഉണ്ടാക്കിയത്. അന്ന് നമ്മൾ ഓൺലൈൻ പർച്ചേസിങ്ങിനെതിരെ കുറച്ച് പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു. മണ്ണും മനുഷ്യനായിട്ട് ബന്ധം പോകുന്നു, ആൾക്കാർ കടകളിൽ ഇറങ്ങുന്നില്ല. നാടിൻ്റെ ഒരു ബന്ധമാണല്ലോ കടകള്. ആദർശമൊക്കെ പറയാന്നല്ലാണ്ട് പ്രവർത്തിക്കാൻ പറ്റുമല്ലോ സാറേ? എടോ, ആദർശം പുഴുങ്ങി തിന്ന വിശപ്പ് മാറുമോ? അതില്ല, അത് ആഹാരം കഴിച്ചാലേ വിശപ്പ് മാറത്തുള്ളൂ. ഓർഡർ ചെയ്ത സാധനം എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ചിക്കൻ കണസ കൊണസ, ബീഫ് മെനക്കേട്, പേരോട്ട. എന്തൊരു പേരോട്? ചിക്കൻ കണസാണ്. അതെന്നാ പറയാ സാറേ, ഞങ്ങളുടെ ഷെഫും മുതലാളിയും തമ്മിൽ എന്നും പ്രശ്നമാണ്. ഈ വഴക്ക് മുഴുവൻ പുള്ളി ഇങ്ങനെ പേരിട്ട് അങ്ങ് തീർക്കും. അങ്ങനെ പുള്ളി തീർക്കുന്ന സാറേ കുത്തുപൊറോട്ട എന്ന് കേട്ടിട്ടില്ലേ? കുത്തുപൊറോട്ട. ഈ ഷെഫും മുതലാളി ഇങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോൾ പുള്ളിയുടെ മൊബൈല് ഈ മാവിൻ്റെ അകത്ത് വീണു. അങ്ങനെ ഉണ്ടായ പേരല്ലേ കുത്തുപൊറോട്ട. എന്നും വഴക്കാന്നോ? ഇന്നലെ വൈകിട്ടത്തെ വഴക്കിന് പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ അപ്പന്റെ കല്ലുമ്മക്ക. നിന്റെ അമ്മയുടെ ജിമിക്കും കമ്പലൊന്നുമില്ലേ? അത് പാട്ട്. ഇത് കല്ലുമ്മക്ക വെച്ചിട്ട് പുതിയ സൂപ്പർ ഡിഷാ. അത് ആണല്ലേ? നല്ല മാർക്കറ്റാ സാറേ. അയ്യോ, അതുപോലെ ഞാൻ ഓർഡർ ചെയ്ത പെങ്ങടെ കൊച്ചിനെ മാമോദിസ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, മാമോസ് ഓർഡർ വന്നിട്ടില്ല സാറേ. ഇവിടെ കൊച്ചു പിള്ളേർ കഴിക്കുന്ന മാമോദിസ ഇല്ലേ? മോമോസ് ആണ്. അത് തന്നെ, മോമോസ്. എടോ, അവിടെ ശരിക്കും സ്പെഷ്യൽ എന്തുവാ? അവിടെ ശരിക്കുള്ള സ്പെഷ്യൽ പിഴച്ച കോഴിയും ചപ്പാത്തി. പൊരിച്ചോഴിയും ചപ്പാത്തി എന്നല്ലേ? അല്ല സാറേ, പിഴച്ച കോഴിയും ചപ്പാത്തി. പിഴച്ചോഴിയും ചപ്പാത്തി അതെങ്ങനെ പേര് ശരിയാവുന്നേ? അത് കറക്റ്റ് ആവും സാറേ. ഏതെങ്കിലും കോഴി നമ്മുടെ കേരളത്തിന്റെ കൾച്ചറിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? അതില്ല. ഒന്നും രണ്ടും മൂന്നോ കണക്ഷൻ ഇന്റർ കണക്ഷൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പഴച്ച കോഴിയും ചപ്പാത്തി എന്ന് പേരിട്ടേക്കണം. അപ്പൊ കറക്റ്റ് അല്ലേ? അതിപ്പോ കറക്റ്റ് ആയി. എടോ, ഞാൻ ഈ അങ്ങനെ ഓൺലൈൻ സാധനം ഒന്നും മേടിക്കാറില്ല. അതിനാ തലയിറക്കം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി പോയായിരുന്നു. അത് ഡിയുടെ കുറവുണ്ടാകാം. എന്നെ ഇടിച്ചാൽ വാരി എടുത്ത് ഇടിക്കും. പിള്ളേരെ ഇറക്കും ഞാൻ. നിങ്ങളല്ലേ പറഞ്ഞു എനിക്ക് ഡിയുടെ കുറവുണ്ട്? സാറേ, വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട് സാറിന്. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. ഈ തലകറക്കം ഉണ്ടായിരിക്കണേ എന്താ ചെയ്യണമെന്നറിയോ? ആഹാരത്തിൽ നാരുള്ള ഭക്ഷണം കഴിക്കുക, വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക. ഫ്രൂട്ട്സ് ആയ ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തലകറക്കം ഉണ്ടാവില്ല. ഇതിന്റെയൊക്കെ വില കാണുമ്പോഴാണ് തല ഇറങ്ങുന്നത്. അതൊന്നും ഉണ്ടാകാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മളുണ്ടാക്കണല്ലോ, ഇറക്കുമതിയാണല്ലേ. സാർ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്നറിയോ? അടുപ്പിൽ എന്തെങ്കിലും വാരിയിട്ടൊന്ന് കത്തിക്കുക. അടുപ്പൊന്ന് പോകട്ടെ, അല്ലെങ്കിൽ നാട്ടുകാർ വിചാരിക്കും സാറിന് അടുപ്പ് പോയെന്നില്ല, സാറ് പട്ടിണിയാന്ന്. എടാ, ഞാൻ ഈ ഡോക്ടറിന്റെ അടുത്ത് തലകറക്കത്തിന് ചെന്നല്ലോ. അപ്പൊ ഡോക്ടർ വർത്താനം ഇങ്ങോട്ട് ഈ പുറത്തു പോയി ആഹാരം കഴിക്കുന്ന ശീലം ഒന്ന് ഒഴിവാക്കാൻ. അതാ ഞാൻ ഓർഡർ ചെയ്തിട്ട് മേടിച്ചു. അല്ല സാർ, അത് തന്നെ അങ്ങനെ.